ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. മൈത്ര നമസ്കാരം. 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 ആദ്യം തന്നെ ആരാണ് മൈത്രയാൻ? ലോകത്ത് മറ്റെല്ലാ ജീവികളെ പോലെ ഒരു ജീവി മാത്രമാണ്. ഈ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? എന്നാലും മൈത്രേനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ ഞാൻ എപ്പോഴാണ് വിട്ടുകളഞ്ഞത്? താൻ എന്താണോ പൊതുവാളായി പറയുന്നത്? ഭാര്യയെ വിട്ടിട്ടില്ലേ? ഭാര്യ എല്ലാരും ഉരുളി തിരിയുമ്പോ പങ്കജാശേട്ട ഉരുളി തിന്ന ഞാൻ തിരയായിരുന്നു. ഉരുളി തിരയുന്നത് ഭരണിക്കാത്താണോ? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നല്ലേ? ഞാൻ തപ്പുമായിരുന്നു. തപ്പിയപ്പോ കിട്ടിയത് നല്ല മധുരമുള്ള ഉണ്ണിയപ്പായിരുന്നു. ഒരു ഭാര്യ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാകാനായിട്ട് അനുവദിച്ചിട്ടില്ല. ദൈവത്തോട് ഇത്ര ശത്രുത എന്തോ മൈത്രയാന്? ഈ ജാനകി എന്നെ തെറി വിളിച്ചു സാറേ. ചേച്ചി എന്തി വിളിച്ചങ്ങളാ പറയാൻ പറ്റും, വ്രതത്തിലല്ലേ സാറേ. ചേച്ചി എന്തി ദൈവച്ചനെ വിളിച്ചത്? ഞാനും വ്രതത്തിലല്ലേ സാറേ. വിളിക്കുമ്പോ വ്രതം ഉണ്ടായിട്ടില്ലേ? ഞാൻ അപ്പൊ തന്നെ ശരണം വിളിച്ച് മുങ്ങി കുളിച്ചു. ഇനി പറഞ്ഞാല് പാവം കിട്ടും. ശത്രുത ദൈവമില്ല. ഉണ്ടാക്കിയ സാധനമാണെന്ന് എനിക്ക് അറിയാവുന്ന കാരണം കൊണ്ട് എന്ത് ശത്രുത എനിക്ക്? പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. മതി, നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ? മിനി പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. അതും ഇല്ലാത്ത പ്രേതകഥ കേട്ടിട്ട്. അതല്ലടാ. എന്താടാ നിനക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചിലും വിശ്വസിക്കണമെന്ന് എന്റെ മുത്തച്ഛി പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് പേടിയുണ്ട്. ഇവന് പേടിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. എന്താ പിന്നെ വാ, വെറുതെ എന്തിനാ ഇവനെ മാത്രം പേടിപ്പിക്കുന്നത്? പാവം എന്തെങ്കിലും സംഭവിച്ചാൽ